പിന്നാടെ മങ്കൂസ് മൗലിദിൽ തന്നെ ഒരു ബൈത്ത് പറഞ്ഞല്ലോ, യാ കരീമൽ ജൂതി റാഹതഹു എന്ന് പറഞ്ഞല്ലോ. ജൂത് കരീമായ നബിയെ, റാഹത്തഹു എന്ന് പറഞ്ഞ തർക്കീബ് ഐ മിർ റാഹത്തി, തങ്ങളുടെ ഉള്ളം കയ്യിൽ നിന്ന്, ഐ മിർ റാഹത്തിഹി ഐ ഹാല കൗനിൽ ജൂതി, ആ ജൂത് തന്നെ ആയ സ്ഥിതിയിൽ, മിർ റാഹത്തിഹി തങ്ങളുടെ ഉള്ളം കയ്യിൽ നിന്നായ സ്ഥിതിയിൽ. എനിക്ക് എന്താ അങ്ങനെ പറയാൻ നോക്ക്, കരീമും ബിൽ ജിദാമിർ റാഹതൈഹി യജൂദു വഫിൽ ഹിബാ വഫിൽ ഹയായി എന്നൊരു ബൈത്തുണ്ട്. ജിദ എന്ന് പറഞ്ഞാൽ ജൂതൻ, ജിദ കൊണ്ട്, രണ്ട് റാഹത്തിൽ നിന്നുള്ള ജിദ കൊണ്ട് എന്ന് വേറൊരു ബൈത്തിലുണ്ട്. അത് കമാഫി മജ്മൂഅത്തിൽ ഇമാമിൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു, യൂസുഫ് നബ്ഹാനിക്ക് മജ്മൂഅത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പല റസാലകളുടെ ബൈത്തുകളുടെ മജ്മൂആകുന്ന കിതാബുണ്ട്. അതിലിങ്ങനെ ഉണ്ട്, അത് കരീമുമ്പിൽ ജിദാമിർ റാഹതൈഹി എന്നുണ്ട്. പിന്നൊന്ന് ഫയാല ഖുസൈ എന്ന് പറഞ്ഞല്ലോ, അയാസനമൽ ഇതിൻ്റെ രാഷ്ട്രീയം, അത് ഐ ആല ഖുസൈ എന്ന ഖുസൈ കബീലൻ്റെ ആലേ, ഖുസൈ കബീലൻ്റെ ആല് എന്ന് പറഞ്ഞാൽ അവരുടെ സന്താനങ്ങളെ. അത് കമാ യുഅലമു മിൻ ഹാസിയത്തി ശറഹി ശുദൂരി ദഹബ്, ശുദൂർ ദഹബിൻ്റെ ഷറഹിൻ്റെ ഹാഷിയയിൽ നിന്ന് അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ നുസിറത്ത് ലഹു അഅ്ലാമുർ റിളാ എന്ന് പറഞ്ഞ, നുസിറത്ത് ലഹു എന്ന് പറഞ്ഞ ലാമിനെ പറയുന്നത്, വല്ലാമുരി തൗഖീത്ത്, തൗഖീത്തിനിക്കുള്ളതാണ് ലാം. നുസ്രത്ത് ലഹു ഐ ഇൻദ ഹാദൽ അംറിൽ മദ്കൂരി ഖബ്ലു, ഇതിൻ്റെ മുമ്പ് എന്തോ ഒരു കാര്യം പറഞ്ഞിന്, ആ കാര്യം പറഞ്ഞ നേരത്ത് എന്നർത്ഥം. നുസിറത്ത് പരത്തപ്പെട്ടു, അഅ്ലാമുർ റിളാ തൃപ്പതിൻ്റെ കൊടികളെ, ലഹു ആ നേരത്ത്. അങ്ങനെ അല്ലാലാമു എന്ന് പറഞ്ഞാൽ അല്ലാലാമു സലാസ, മൂന്ന് കൊടികളോട്. പിന്നവിടെ ഫൈദാഹിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹദീസിൽ, ഫൈദാഹിയ ഹരീറത്തും ബൈളാ, അവിടെ കുറേ ആൾ ഫൈദ ഫീഹ എന്നാക്കുന്നുണ്ട്, അതാക്കേണ്ട ആവശ്യമില്ല, അവിടെ പണ്ടേ ഉള്ളത് ഇദാഹിയ എന്നാണ്. പിന്നെ ഇപ്പോൾ കൗമിൻ്റെ കലാമൽ കൗമി, കൗമിൻ്റെ കലാമിനിക്ക് ന്യായം പറഞ്ഞു ഒപ്പിക്കുന്നല്ലേ, ഓരോ മുഹത്തീൻ അതിനെ ഖത ആക്കാത്തവനായ സ്ഥിതിയിൽ കഴിഞ്ഞത്ര ന്യായം പറഞ്ഞ് ശരിയാക്കണം. അപ്പോൾ ഇതാ ഹിയ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ, ഐ മദ്റൂഫുഹാന്ന് ഉണ്ടോ, ഹരീറത്ത് എന്ന് പറയുന്നില്ല അവിടെ, ഇതാ ഹിയ ഹരീറ എന്നല്ലേ പറയും. അതെങ്ങനെ ഹരീറത്താകുന്നത്, അതിൻ്റെ മദ്റൂഫ് എന്ന് പറഞ്ഞാൽ നിർഫിലാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പൊതി ഉണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ, ആ പൊതി ഒരുത്തം ഒരു പൊതിയുണ്ട്, നോക്കുമ്പോൾ ആ പൊതി ആപ്പിളാണ്. പൊതി ആപ്പിൾ എന്ന് പറഞ്ഞാൽ പൊതിൻ്റെ ഉള്ളിലുള്ള ആപ്പിൾ എന്നല്ലേ, ആർക്ക് തിരിയാത്തത് അവിടെ പിന്നെ ഫൈദാ ഫീഹ എന്നാക്കേണ്ട ആവശ്യം ഉണ്ട്. പിന്നെ ഖൗഫൻ മിനർ റുഅബിൻ്റെ ബൈത്തിൽ പറഞ്ഞത് കമാ, അത് ഫീ മുദ്ദത്തിൻ മിനൽ സമാനി എന്ന് പറയും പോലെയാണ്. മുദ്ദത്തും മിനൽ സമാനി സാധാരണ പറയുന്നത്, മുദ്ദത്ത് ഒന്ന് തന്നെ, സമാനം ഒന്ന് തന്നെ, അങ്ങനെ തന്നെയാണ് ഖൗഫൻ മിനർ റുഅബി, റുഅബും ഒന്ന് തന്നെ, ഖൗഫും രണ്ടും പേടിയല്ലേ. ഇനിയിപ്പോൾ ഖാലബുനി ഇസ്ഹാഖ് പറയുന്നത് ആടെ കുറച്ച് നമ്മൾക്ക് ഖഫായിട്ടുണ്ടത് വളരെ എന്നില്ല. ചുരുക്കത്തിൽ ഖാലബുനി ഇസ്ഹാഖ് മുതൽക്ക് ആ ഇബാറത്തിൽ പറയുന്ന കാര്യം രണ്ടാണ്. ഒന്ന്, ഖാലബുൽ ഇസ്ഹാഖ് ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു ഓറ സിറയിലി, ഓർക്കൊരു സീറയുണ്ട്, ആ സീറ ഇപ്പം പറയണേ ഇബ്നു ഹിഷാമിൻ്റെ എന്നാണ്. ഇബ്നു ഹിഷാമിൻ്റെതല്ല യഥാർത്ഥ സീറ ഇബ്നു ഇസ്ഹാഖിൻ്റെതാണ്. അതിനെ താഴെ പറയുന്നത്, അതിനെ തെഹദീബാക്കിയത്, അതിനെ തെഹരീറാക്കിയത്, അതിനെ ചിലത് ചുരുക്കിയത്, ചിലത് ഏറ്റിയത്, ഇതെല്ലാം ഇബ്നു ഹിഷാം ആയതുകൊണ്ട് ഇപ്പം എന്താക്കുന്നുണ്ട്, ഇബ്നു ഹിഷാമിൻ്റെ സീറ എന്ന് പറയുന്നുണ്ട് എന്നാണ് ഈ ആകെ ഇബാറത്തിൽ പറയുന്ന ഒരു കാര്യം. പിന്നൊരു കാര്യം, ഖാലബുൽ ഇസ്ഹാഖ എന്ന് പറഞ്ഞ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു, ലമ്മാക്കാനല്ലോ മുസാബിഉ ദബഅൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആ സംഭവം ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു എന്നാണ്
അവിടെ മങ്കൂസ് മുതൽ ഇതിനുള്ളത്. പക്ഷേ ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയിൽ ഇതിനേക്ക് പറച്ചൽ ഇല്ല, ഇതിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വേറെ. അപ്പം പിന്നെ വെറുതെ പറയാതെ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നതിന് അതിലധികം പറ്റായിപ്പോയില്ലേ? അവിടെ എന്തായത് മുസന്നിഫിനിക്ക് നമുക്കറിയില്ല. കുറേ തെറ്റാക്കുന്നതല്ല, എന്തെന്ന് അറിയുന്നില്ല. അപ്പം നമുക്ക് അറിഞ്ഞ പോലെ നമ്മൾ എന്താക്കണം? ഇബ്നു ഇസ്ഹാഖിൽ ഇതില്ല, ഇല്ല എന്ന് ഞാനല്ല പറയുന്നത്, മേൽപ്പറമ്പ് ഉസ്താദാണ് പറഞ്ഞത്. നവ്വറല്ലാഹു മഖ്റഹു വനഫഅന അല്ലാഹു ബിഹി. ബിഉലൂമിഹി. അപ്പോൾ മേൽപ്പറമ്പ് ഉസ്താദാണ് ഇത് പറഞ്ഞത്. ഇബ്നു ഇസ്ഹാഖിൽ അതില്ല. അത് പറഞ്ഞത് അബുൽ ഹസൻ തനൂഹി എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ രണ്ട് കാര്യമാണ്. ഖാല ഇബ്നു ഇസ്ഹാഖ അബൂ മുഹമ്മദിൻ അബ്ദുൽ മലിക് ഇബ്നു ഹിഷാം ഇബ്നു അയ്യൂബ് അൽ മആഫിരി റാവി സീറത്തി. ഈ സീറൻ്റെ റാവിനെയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഇബ്നു ഇസ്ഹാഖല്ല, അത് ഈ പറഞ്ഞ ഇബ്നു ഹിഷാം. അവിടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൽത്തായിട്ടോ എന്തോ ഇബാറത്തിലെന്തോ കുറഞ്ഞത് പോയി എന്നാ തോന്നുന്നത്. അൻ സിയാദ് ബിനി അബ്ദില്ലാഹിൽ ബക്കായി എന്നായിരിക്കും. അൻ ഇബ്നു ഇസ്ഹാഖ മുസന്നിഫിഹ. ഈ സീറൻ്റെ മുസന്നിഫായി ഇബ്നു ഇസ്ഹാഖിനെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു. അവിടെ എന്തോ നേരെയാക്കാൻ കഴിയുന്നില്ലല്ലോ വേണ്ട പോലെ. അതെന്തോ എഴുത്തിന് പോയതോ എന്തോന്ന് അറിയുന്നില്ല. ഇതിൻ്റെ അസൽ എഴുത്ത് തന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ അതുള്ളത്. അതാ ഇന്നമാ നുസിബത്തിയിലെ സീറനെ ഇബ്നു ഹിഷാം കൊണ്ട് ചേർക്കപ്പെട്ടു. അതായത് ഫയഖാലു സീറത്തു ഇബ്നു ഹിഷാം എന്നാ പറയൽ. എന്തായാലും അന്നഹു ഹസ്സബഹ വസാദ ഫീഹ വനഖസ മിൻഹ വഹററ അമാകിന വസ്തദറക അഷ്യാ. ഇസ്തിറാക്ക് നമുക്ക് മഹല്ലിയിൽ പറയുന്നല്ലോ, ഇസ്റാക്കി ഉൽത്തു എന്ന് പറഞ്ഞിട്ടാണ് പറയും. ഇത് ഞാൻ ഇമാമ ഇസ്തിറാക്കാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ പറഞ്ഞതിനെ പിന്നെ തിരുത്തി പറഞ്ഞതെന്നൊന്നാക്ക്. അങ്ങനെ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു ലമ്മാ കാനൽ യൗമു സ്സാബിഉ എന്നതിനെ പറഞ്ഞു ഇല ആഖിരി. അതിൻ്റെ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ലൈസ ലഹു. ഈ ലമ്മാ കാനൽ യൗമു സ്സാബിഉ എന്നതിരിക്കില്ല. വേണ്ട, സിക്റുൻ ഫീ മുന്തിപ്പേതാണ്. ആ ഫീനാണെന്ന് വെട്ടണം. സിക്റുൻ പറച്ചലില്ല. ഫീ സീറത്തി ഇബ്നു ഹിഷാം. ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ പറച്ചലില്ല. ലൈസ ലഹു സിക്റുൻ ഫീ സീറത്തി ഇബ്നു ഹിഷാം. ലൈസ ലഹു ഫീ ദിക്രി എന്നല്ല, ലൈസ ലഹു സിക്റുൻ പറച്ചലില്ല. ലമ്മാക്കാന എന്നതിനെ പറയലില്ല ഇബ്നു ഹിഷാം തങ്ങളുടെ സീറയിലില്ല. ബൽ ഖാലഹു എങ്കിലും അതിനെ പറഞ്ഞു അബുൽ ഹസൻ തനൂഹി. അബുൽ ഹസൻ തനൂഹി എന്നവർ പറഞ്ഞു. അത് കാണാൻ നിനക്ക് എങ്കിൽ താലിയ ഹാഷിയത്തൽ ബുജൈരിമി. ബുജൈരിമിൻ്റെ ഹാഷിയാണ് ഈ മുതാലാത്ത് ചെയ്യുക. അലൽ ഇഖ്നാഇൻ്റെ ബുജൈരിമി, മറ്റേ ബുജൈരിമിയല്ല. ഷറഫുൽ മൻഹജിൻ്റെ ബുജൈരിമിയുണ്ട്, ഇഖ്നാഇൻ്റെ ബുജൈരിമിയുണ്ട്. ഇഖ്നാ ബുജൈരിമിക്കുണ്ട്. ഇഖ്നാ എന്ന് പറയുന്നതായിരിക്കുള്ളത് അബൂ ഷുജാ എന്നവർക്കുള്ള കിതാബിൻ്റെ അതിൻ്റെ ഷറഹാണ് ഇഖ്നാ. ഇഖ്നാ മുഗനിൻ്റെ അവസാനിപ്പിക്കും 38-ാം പേജിലുണ്ട്. ഞാൻ ഇപ്പോൾ ഇവർക്ക് നോക്കണമെന്ന് വിചാരിച്ചാൽ നോക്കാൻ വിട്ടുപോയി. ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ. വഫഖന, നമുക്കറിയാത്തതിന് പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യണേ. അൽഹംദുലില്ലാഹ്.